ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ LPPയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 2 വർഷങ്ങളായിട്ട് സെയിം ക്വസ്റ്റ്യൻ, ഇതേ ക്വസ്റ്റ്യനാണ് എക്സാമിന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചോദ്യം പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് എക്സാമിന് ഷുവർ ആണെന്നുള്ളതാണ്. സോ ഏതാണ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്? സോൾവ് ദ നോൺ കാനോണിക്കൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗിവൺ ബിലോ. Maximize f of xy is equal to x plus 3y subject to the constraints x plus 2y less than or equal to 10, 3x plus y less than or equal to 15 and x greater than or equal to 0. ഇതൊരു നോൺ കാനോണിക്കൽ LPP ആണ്. ഈ നോൺ കാനോണിക്കൽ LPP സോൾവ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് നോൺ കാനോണിക്കൽ LPP ആയത് എന്തുകൊണ്ടാണ്? ഇവിടെ y അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾ ആണ്. വൈയുടെ മുകളിൽ നമ്മൾ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടില്ല അല്ലേ. എക്സ് മാത്രമാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുള്ളത്. വൈക്ക് അതിൻ്റെ സൈനുമായിട്ടോ വൈയുടെ ഒരു കാര്യവും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം നോൺ കാനോണിക്കൽ പ്രോബ്ലം ആണ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു നോൺ കാനോണിക്കൽ LPP സോൾവ് ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. സോ എല്ലാ LPPയും സോൾവ് ചെയ്യുന്ന പോലെ നമ്മൾ ടക്കർ ടേബിൾ ഫസ്റ്റ് തന്നെ വരയ്ക്കണം. സോ ടക്കർ ടേബിൾ വരയ്ക്കാം. ടക്കർ ടേബിൾ വരയ്ക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എവിടെ എഴുതണം? മാക്സിമം ടേബിൾ ആണെങ്കിൽ അപ്പറിൽ അല്ലേ, മുകൾ ഭാഗത്ത് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇവിടെ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, എക്സും വൈയും. അത് രണ്ടും നിങ്ങൾ എവിടെ കൊണ്ട് എഴുതണം? മുകൾ ഭാഗത്ത്, എക്സും വൈയും. ആൻഡ് ഇവിടെ നമ്മൾ ഇപ്പുറത്ത് -1 എഴുതണം. ഈ സൈഡിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ -t1 -t2 എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ചെയ്തു അല്ലേ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വാരിയബിൾസിൻ്റെ കേസിൽ പക്ക ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള എൻട്രീസ് എങ്ങനെ എഴുതും? ഓക്കെ ആണല്ലോ. നമുക്കറിയാവുന്ന കാര്യമാണ് y ഒരു അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾ ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ y ഇങ്ങനെ അങ്ങ് റെപ്രസെൻറ്റ് ചെയ്യും. വൈയുടെ മുകളിൽ ഞാനൊരു ചെറിയ സർക്കിൾ അങ്ങ് ഇട്ടേക്കും. സോ ഈ കാര്യം മാത്രം നിങ്ങൾ ഈ കേസിൽ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ സാധാ LPP സോൾവ് ചെയ്യുന്ന പോലെ തന്നെ, സാധാ ടക്കർ ടേബിൾ എഴുതുന്ന പോലെ തന്നെ. ആദ്യത്തെ കൺസ്ട്രെയിൻ എടുക്കും, അതിൻ്റെ കോഎഫിഷ്യൻസ് ഫസ്റ്റ് റോയിൽ എഴുതും. ആദ്യത്തെ കൺസ്ട്രെയിൻ ആരാ? x plus 2y less than or equal to 10. സോ ആ ഒരു കൺസ്ട്രെയിൻ്റെ എന്തെടുക്കുക? കോഎഫിഷ്യൻസ്. അത് 1, 2 ആൻഡ് 10 ആണ് അല്ലേ. കോൺസ്റ്റൻറ്റ് ടേം 10 ആണ്. സോ ഉള്ളിൽ നമ്മൾ കോഎഫിഷ്യൻസും പുറത്ത് നമ്മൾ കോൺസ്റ്റൻറ്റും ചെയ്തു. രണ്ടാമത്തെ കൺസ്ട്രെയിൻ 3x plus y less than or equal to 15. കോഎഫിഷ്യൻസ് ആയി വരുന്നത് 3ഉം 1ഉം, കോൺസ്റ്റൻറ്റ് ടേം ആയിട്ട് വരുന്നത് 15ഉം. ആൻഡ് ലാസ്റ്റ് റോയിൽ നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻസ് ആണ് എഴുതുന്നത്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആരാണ്? f of xy is equal to x plus 3y. കോഎഫിഷ്യൻസ് ആരാണ്? 1ഉം 3ഉം. ആൻഡ് ഇവിടെ 0 കൊടുക്കുക. കാരണം f of x, y is equal to x plus 3y ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ടേമും വന്നിട്ടില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു 0യ്ക്ക് പകരം വേറെ എന്തെങ്കിലും കൊടുക്കുകയുള്ളൂ. സോ ഇതാണ് നമ്മുടെ ടക്കർ ടേബിൾ കറസ്പോണ്ടിങ് ടു ദ LPP. ഇനി ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? ഏത് ടക്കർ ടേബിളും സോൾവ് ചെയ്യാൻ നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിക്കണം? അതെ, പൈവോട്ടിനെ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്മൾ ഇവിടെ പൈവോട്ടിനെ കണ്ടുപിടിക്കുക? ഈ കേസിൽ നിങ്ങളുടെ y എടുക്കുക. ഇവിടെ y ആണല്ലോ അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾ. ഈ yയുടെ കോളത്തിൽ വരുന്ന 2 എൻട്രീസ് ഉണ്ട്. അതൊന്ന് 2 ആണ്, മറ്റേത് 1 ആണ്. ഇവരിൽ ആരെങ്കിലും ഒരാളെ നിങ്ങൾ പൈവോട്ടായിട്ട് എന്ത് ചെയ്യുക? ചൂസ് ചെയ്യുക. സോ ഞാൻ ഇവിടെ 1നെ ചൂസ് ചെയ്യുകയാണ്. കാരണം 1 ആണെങ്കിൽ കമ്പ്യൂട്ടേഷനൊക്കെ കുറച്ചുകൂടെ എളുപ്പമാണ്, അതുകൊണ്ടാണ്. സോ നിങ്ങളും 1 വരുന്നുണ്ട് എങ്കിൽ 1 തന്നെ പൈവോട്ടായിട്ട് ചൂസ് ചെയ്യുക. സോ 1 പൈവോട്ടായി എടുത്ത് നമുക്ക് ഈ ഒരു ടേബിളിനെ ട്രാൻസ്ഫോം ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഈ ടേബിളിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്? ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ ടേബിൾ വരയ്ക്കും. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുക, നമ്മുടെ പൈവോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾസ് അല്ലേ. നമ്മുടെ പൈവോട്ടിൻ്റെ കോളത്തിലുള്ള വേരിയബിൾ y ആണ്, നമ്മുടെ പൈവോട്ടിൻ്റെ റോയിലുള്ള വേരിയബിൾ t2 ആണ്. തമ്മിൽ എന്ത് ചെയ്യുക? ഇൻ്റർചേഞ്ച് ചെയ്യുക. സോ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ t2 വരും, ഇവിടെ -y എന്ന് വരും. ബാക്കിയൊക്കെ സെയിം, മാറ്റമൊന്നുമില്ല. ഇവിടെ x, ഇവിടെ -1, ഇവിടെ -t1 ആൻഡ് ഇവിടെ f എന്ന് വരും. രണ്ടാമത് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ പൈവോട്ടിലേക്കാണ്. പൈവോട്ട് ആരാണ്? 1 ആണ്. സോ ഈ 1നെ നിങ്ങൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. 1ൻ്റെ റെസിപ്രോക്കൽ ആരാ? 1 തന്നെയാണ്. സോ 1ന് പകരം നിങ്ങൾ ആരെ തന്നെ എഴുതണം? 1നെ തന്നെ എഴുതണം. ഒരു മാറ്റവും 1ന് വരാൻ വേണ്ടി പോകുന്നില്ല. അടുത്തതായി നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ പൈവോട്ടിൻ്റെ അതേ റോയിൽ വരുന്ന എൻട്രീസിനെയാണ്. ആരൊക്കെയാണ് നമ്മുടെ പൈവോട്ടിൻ്റെ അതേ റോയിൽ വരുന്ന എൻട്രീസ്? ഒന്ന് 3 ആണ്, മറ്റേത് 15 ആണ്. ഇവരെ നിങ്ങൾ പൈവോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പൈവോട്ട് 1 ആണല്ലോ. 3യെയും 15നെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3ഉം 15ഉം തന്നെയാണ് കിട്ടുന്നത്. സോ അവരുടെ എൻട്രീസിലും മാറ്റമൊന്നും വരുന്നില്ല. അടുത്തതായി നിങ്ങൾ നോക്കേണ്ടത് ആരിലേക്കായിരിക്കും?
പൈവോട്ടിൻ്റെ കോളത്തിൽ വരുന്ന എൻട്രീസിലേക്ക്. ഇവിടെ 2ഉം 3യുമാണ് അങ്ങനെ വന്നിട്ടുള്ള എൻട്രീസ് അല്ലേ. ഇവയെ നമ്മൾ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? -p കൊണ്ട്. p ആണ് പൈവോട്ടെങ്കിൽ -p കൊണ്ട് ഇവയെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സോ p1 ആയതുകൊണ്ട് -p ഈസ് -1. സോ നമ്മൾ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 2വിനെയും 3യെയും -1 കൊണ്ട്. സോ നമുക്ക് കിട്ടുന്നത് -2ഉം അതേപോലെ -3യുമാണ് അവർക്ക് പകരം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിളായി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി വരുന്ന സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. ട്രാൻസ്ഫോം ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യേണ്ടത് പൈവോട്ടിൻ്റെ റോയിലോ കോളത്തിലോ വരാത്ത എൻട്രീസിനെയാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു എൻട്രി ആണല്ലോ നമ്മുടെ ഫസ്റ്റത്തെ വണ്ണ്. അതിനെ നിങ്ങൾ S എന്ന് പറഞ്ഞിട്ട് അങ്ങ് നൊട്ടേറ്റ് ചെയ്തേക്കുക. S ആണ് ആ ഒരു ആൾ. S ഇവിടെ 1 ആണ് ഇൻ പർട്ടിക്കുലർ. സോ എസ്സിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യണം. എസ്സിനെ നമ്മൾ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യും? അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ 2 എൻട്രീസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. എസ് ചൂസ് ചെയ്തു. എസ്സിൻ്റെ അതേ കോളത്തിലും പൈവോട്ടിൻ്റെ അതേ റോയിലും വരുന്ന എൻട്രി നോക്കുക. എസ്സിൻ്റെ അതേ കോളത്തിലും പൈവോട്ടിൻ്റെ അതേ റോയിലും വരുന്ന എൻട്രി ഇവിടെ ആരാണ്? 3 ആണ്. സോ അയാളെ നിങ്ങൾ 6 ആയിട്ട് ചൂസ് ചെയ്യുക. ആൻഡ് എസ്സിൻ്റെ അതേ റോയിലും അതുപോലെ പൈവോട്ടിൻ്റെ അതേ കോളത്തിലും വരുന്ന എൻട്രി അതിനെ നിങ്ങൾ Q ആയിട്ട് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ Q മാറും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യട്ടോ. ഇയാളെ തന്നെ R എന്ന് വിളിക്കണം, അയാളെ തന്നെ Q എന്ന് വിളിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. രണ്ടിൽ ആരെങ്കിലും ഒന്ന് Q R ആയിട്ട് വിളിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലോ. സോ നമുക്കറിയാം നമ്മുടെ പൈവോട്ട് P ആരാണ്? 1 ആണ്. S നമ്മൾ ചൂസ് ചെയ്തത് ഈ കേസിൽ 1 ആണ്. 1ന് കറസ്പോണ്ടിങ് നമുക്ക് Qഉം Rഉം കിട്ടിയിട്ടുണ്ട്. അത് 2ഉം 3യുമാണ്. സോ എസ്സിനെ നിങ്ങൾ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുമെന്ന് ചോദിച്ചാൽ എസ്സിനെ നിങ്ങൾ PS - QR/P കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഇവിടെ P 1 ആണ്, 1 ഇൻറ്റു എസ്സും 1 ആണ്. ആൻഡ് Qഉം Rഉം ആരാണ്? 2ഉം 3യുമാണ്. 2 × 3/P. P ഈസ് 1. 1 - 6/1 എത്രയാണ്? 1 - 6/1 ദാറ്റ് ഈസ് ഈക്വൽ ടു -5. സോ നിങ്ങൾക്ക് 1ന് പകരം കിട്ടുന്ന എൻട്രി -5 എന്ന് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള എൻട്രീസും ഇതുപോലെ നിങ്ങൾ പൈവോട്ട് ട്രാൻസ്ഫോം ചെയ്യുക. നമ്മുടെ പൈവോട്ടിൻ്റെ റോയിലും കോളത്തിലും ഇല്ലാത്ത മറ്റുള്ള എൻട്രീസാണ് 10, 0 അതുപോലെ 1. ഇവരെ 3 പേരെയും കൂടെ നിങ്ങൾ ഇതുപോലെ ട്രാൻസ്ഫോം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത് -20 ആയിരിക്കും. ആൻഡ് -8 ആണ് ഇവിടെ വരുന്നത്. ആൻഡ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -45 ആയിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ടേബിളിനെ ട്രാൻസ്ഫോം ചെയ്താൽ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി നിങ്ങൾ ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ y ഉണ്ടല്ലോ, അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾ y, ആ ഒരു റോ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ റോ നിങ്ങൾ എന്ത് ചെയ്യുക? ആ റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുക. ആ റോയ്ക്ക് കറസ്പോണ്ടിങ് ആയ ഇക്വേഷൻ നിങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത്? ആ റോയിലുള്ള എൻട്രീസ് ഒക്കെ എടുക്കുക. അതായത് ഇവിടെ ഉള്ളത് 3, 1, 15 ആണ് അല്ലേ. 3യെ നിങ്ങൾ അതിൻ്റെ മുകളിലുള്ള വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഈസ് 3x. ആൻഡ് സെക്കൻഡ് വൺ ഈസ് 1. 1ന് അതിൻ്റെ മുകളിലുള്ള വേരിയബിളായ T2 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? T2 + T2. ആൻഡ് ഇവിടെ -1നെ 15 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ -15 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -y എന്ന് വരും. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ അൺകൺസ്ട്രെയിൻഡ് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾ എഴുതുന്നു. അടുത്ത സ്റ്റെപ്പിൽ ആ റോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഇല്ലാണ്ടാക്കി കളയുന്നു. ആ റോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. സോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിൾ എങ്ങനെയാണെന്ന് കിട്ടും? നോക്കിക്കേ, നിങ്ങളുടെ ടേബിൾ x അവിടെയുണ്ട്, T2 അവിടെയുണ്ട്, -1 അവിടെയുണ്ട്. ആൻഡ് ആദ്യത്തെ റോ അവിടെയുണ്ട്, -5, -2, -20 ദാറ്റ് ഈസ് ഈക്വൽ ടു -T1. സെക്കൻഡ് റോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, വൈക്ക് കറസ്പോണ്ടിങ് ആണത്. ആൻഡ് ലാസ്റ്റ് റോ -8, -3, -45 ഈക്വൽ ടു F എന്ന് വന്നു. ഇപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു ടേബിൾ ഏത് ടേബിളാണ്? ഈ ഒരു ടേബിൾ മാക്സിമം ടേബിളാണ് അല്ലേ, കനോണിക്കൽ മാക്സിമം ടേബിളാണ്. കാരണം ഇവിടെ നമുക്ക് അൺകൺസ്ട്രെയിൻ ആയ വേരിയബിൾ ഒന്നും വന്നിട്ടില്ല, വൈനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സോ ഇതൊരു മാക്സിമം കനോണിക്കൽ ടേബിളാണ്. സോ ഇതിനെ നമ്മൾ മാക്സിമത്തിൻ്റെ സിംപ്ലക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യണം. ഓക്കെ, സോ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ B1 -20 ആണ്, നെഗറ്റീവാണ് B1. സോ നെഗറ്റീവ് B1 വന്നാൽ അതിൻ്റെ കറസ്പോണ്ടിങ് റോ നോക്കണം. ആ റോയിൽ 2 പേരുണ്ട്, 2 പേരും നെഗറ്റീവാണ്. സോ അതിൽ ആരെങ്കിലും ഒരാളെ നിങ്ങൾ പൈവോട്ടായി ചൂസ് ചെയ്യുക. ഞാൻ -2നെ പൈവോട്ടായി ചൂസ് ചെയ്യുന്നു. സോ എനിക്ക് എന്ത് ചെയ്യാം? ഈ -2നെ പൈവോട്ടായി ചൂസ് ചെയ്തിട്ട് ടേബിളിനെ
ട്രാൻസ്ഫോം ചെയ്യാം. സോ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടേബിൾ കിട്ടുക എന്ന് ഒന്ന് നോക്കിയേക്കാം. സോ ഈ ഒരു ടേബിളിൽ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ടേബിളായിരിക്കും. ടേബിൾ ഞാൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് എക്സ് വരും, T1 ആൻഡ് ഇവിടെ -1 ആൻഡ് ഇവിടെ is equal to -T2 equal to F എന്ന് വരും. ആൻഡ് ഫസ്റ്റത്തെ റോയിൽ വരുന്ന എൻട്രീസ് 5/2 -1/2 10 ആൻഡ് സെക്കൻഡ് റോയിൽ വരുന്ന എൻട്രീസ് -1/2 -3/2 ആൻഡ് -15. സോ ഈ ഒരു ടേബിളിൻ്റെ എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടോ? നോക്കിക്കേ, ഇവിടുത്തെ B1 ആരാ? B1 ഈസ് 10 അല്ലേ? B1 10 ആണ്. അതുകൊണ്ടാണ് ഈ ടേബിൾ ഒരു മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിൾ ആണെന്ന് പറയാം അല്ലേ? ഇതൊരു മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിൾ ആണ്. ഇനി നിങ്ങൾ ഇതിൻ്റെ CICയിലേക്ക് നോക്കിക്കേ. C1 ആരാ? C1 ഈസ് -1/2. C2 -3/2 അല്ലേ? C1ഉം C2ഉം ബോത്ത് ആർ നെഗറ്റീവ്. ഇത് രണ്ടും നെഗറ്റീവ് ആണ് എങ്കിൽ മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിൾ ആണല്ലേ? C1ഉം C2ഉം നെഗറ്റീവ് ആണെങ്കിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുകൂടെ? എങ്ങനെയാണ് ഇതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മൾ കാണുന്നത്? അതെ, ടേബിളിൻ്റെ ബേസിക് സൊല്യൂഷൻ ആയിരിക്കും ഒപ്റ്റിമൽ സൊല്യൂഷൻ. എങ്ങനെയാണ് ബേസിക് സൊല്യൂഷൻ കാണുന്നത് ഒരു ടേബിളിൻ്റെ കേസിൽ? എങ്ങനെയാണ്? മുകളിൽ വന്നിരിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. ആരൊക്കെയാണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസ്? എക്സും T1ഉം. എക്സിനെയും T1നെയും നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കും. ആൻഡ് T2 എന്ത് വരും ആ കേസിൽ? T2 ആയിട്ട് നമ്മുടെ B1 ആണ് വരിക അല്ലേ? അത് 10 ആണ്. അതേപോലെ നിങ്ങൾക്ക് ആരെ കണ്ടുപിടിക്കാം? മാക്സിമം ഓഫ് എഫിനെ കണ്ടുപിടിക്കാം. അതെന്താണ് വരും? അതാ -15 × -1 വരും അല്ലേ? -15 × -1 ദാറ്റ് ഈസ് 15 എന്ന് വരും. സോ നമ്മുടെ ഫംഗ്ഷൻ എഫിൻ്റെ മാക്സിമം വാല്യൂ 15 ആണ് കിട്ടി. അത് ഏത് പോയിന്റിലാണ്? x = 0, T1 = 0, T2 = 0. പക്ഷെ ഒരാൾ മിസ്സിങ് ഉണ്ടല്ലോ. അതാരാ? y ആണല്ലേ? y കണ്ടുപിടിക്കണ്ടേ? y കണ്ടുപിടിക്കണം. y എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ വന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കിക്കേ. 3x + T2 - 15 = -y. ഈ ഇക്വേഷനിൽ എക്സിൻ്റെയും T2ൻ്റെയും വാല്യൂ നിങ്ങൾ പുട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് വളരെ നിസ്സാരമായി ആരുടെ വാല്യൂ കണ്ടുപിടിക്കാം? വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ 0 ആണല്ലേ? സോ 3 × 0 പ്ലസ് T2 എത്രയാണെന്നാണ് കിട്ടിയത്? 10 ആണെന്നാണ്. +10 -15 = -y എന്ന് വരും. അതായത് -5 = -y എന്ന് വരും. അതായത് വൈയുടെ വാല്യൂ 5 ആണ്. സോ എക്സിൻ്റെ വാല്യൂ 0 ആണ്, വൈയുടെ വാല്യൂ 5 ആണ്. മാക്സിമം ഓഫ് എഫ് എത്രയാണ്? 15 ആണ്. സോ നമ്മുടെ ടേബിളിൻ്റെ സൊല്യൂഷൻ, നമ്മുടെ നോൺ കനോണിക്കൽ LPPയുടെ f(x, y) = x + 3y സബ്ജക്ട് ടു ദീസ് കൺസ്ട്രെയിൻസ്. ഈ ഒരു LPPയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം വാല്യൂ ഓഫ് എഫ് ഈസ് 15 ആൻഡ് x = 0, y = 15. സോ ഇത്രയും സിമ്പിളായി നിങ്ങൾക്ക് ഈ ചോദ്യം ചെയ്യാം. എല്ലാ വർഷവും സെയിം ക്വസ്റ്റ്യൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ 5 മാർക്ക് ഈ ഒരു ചോദ്യം പഠിച്ച് നിങ്ങൾ ഉറപ്പിക്കുക.